എല്ലാവർക്കും നമസ്കാരം. ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ 40 വയസ്സിന് ശേഷം മാത്രം മലയാള സാഹിത്യരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള എഴുത്തുകാരനാണ് ശ്രീ ടി.ഡി. രാമകൃഷ്ണൻ. സിറാജുന്നീസ, വെറുപ്പിൻ്റെ വ്യാപാരികൾ എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ, പല കാലങ്ങളിലായി എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച കറുപ്പും വെളുപ്പും, ചാരുനിവേദിതയുടെ തപ്പുതാളങ്ങൾ, ശോഭാശക്തിയുടെ എന്നീ തമിഴ് നോവലുകളുടെ വിവർത്തനം, സി വി ശ്രീരാമനും കാലവും എന്ന സംഭാഷണം, റെയിൽ പയനങ്ങൾ എന്ന പേരിൽ ഭാഷാഭൂഷണിയിൽ എഴുതി വരുന്ന ആത്മകഥാംശമുള്ള പങ്ക്തി തുടങ്ങി നിരവധി മേഖലകളിൽ ടി.ഡി. രാമകൃഷ്ണൻ്റെ സംഭാവനകളുണ്ട്. പക്ഷേ ടി.ഡി. രാമകൃഷ്ണൻ എന്ന എഴുത്തുകാരനെ മലയാളികൾ അറിഞ്ഞത്, ചർച്ച ചെയ്തത്, വിമർശിച്ചത്, ഏറെ വായിച്ചത് അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെയാണ്. അമിതമായ സ്വാതന്ത്ര്യം മനുഷ്യനെ അപകടകരമാം വിധം പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്ന തത്വം സമർത്ഥിക്കുന്ന ആൽഫ, നമുക്ക് ചുറ്റുമുള്ള ആഡംബര ലോകത്തിൻ്റെ നിസ്സാരതയും ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് എട്ടിക്കോര, തമിഴ് വിമോചന പോരാട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ മാനുഷിക വശങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്ന സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, ആഫ്രിക്കയിലെ ഏഷ്യൻ വംശജരുടെ പ്രശ്നങ്ങൾ അതിൻ്റെ രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന മാമ ആഫ്രിക്ക, കാശ്മീർ പ്രശ്നത്തിൻ്റെ മാനുഷിക വശങ്ങളിലൂടെ അനാഥത്വത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും പൊള്ളുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ച അന്ധർ ബധിരർ മൂകർ, ഇന്ത്യൻ റെയിൽവേ എന്ന മഹാസ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന അധികാര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന പച്ച മഞ്ഞ ചുവപ്പ് എന്നീ നോവലുകളിലൂടെ ടി.ഡി. രാമകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ മലയാളിക്ക് മുമ്പിൽ തുറന്നിട്ട ലോകം വളരെ വിശാലമാണ്. ശരിക്കു പറഞ്ഞാൽ മലയാള സാഹിത്യത്തെ കടൽ കടത്തിയ എഴുത്തുകാരൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ വായനക്കാർക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളെക്കാളേറെ താല്പര്യം ഇനി എഴുതാനിരിക്കുന്ന കൃതികളെക്കുറിച്ചുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് എട്ടിക്കോര എന്ന നോവൽ മലയാളികളെ വിസ്മയിപ്പിച്ച നോവലാണ്. അതിൻ്റെ രണ്ടാം ഭാഗമായ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെയുടെ വർക്കിലാണ് ഇപ്പോൾ ടി.ഡി. രാമകൃഷ്ണൻ. നമുക്കതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞു തുടങ്ങാം. നമസ്കാരം. തേവര കോളേജിൽ വീണ്ടും വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിന് ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന എട്ടിക്കോരയുടെ രണ്ടാം ഭാഗം എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിലാണിപ്പോൾ. ഒരു ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്ത് അങ്ങനെ പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. ഫ്രാൻസിസ് എട്ടിക്കോര പ്രസിദ്ധീകരിച്ച് 12 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രണ്ടാം ഭാഗം എഴുതാം എന്നൊരു ചിന്ത വന്നു. ഏകദേശം 3 കൊല്ലം മുമ്പ്. അന്ന് മുതൽ അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെയായി കഴിയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന് ഉള്ള തയ്യാറെടുപ്പാണ് കൂടുതൽ സമയം എടുക്കുന്നത്. പിന്നെ എട്ടിക്കോര എഴുതിയ കാലമല്ല, എട്ടിക്കോര എഴുതിയ ഞാനുമല്ല, എട്ടിക്കോര വായിച്ചിരുന്ന അക്കാലത്തെ വായനക്കാരുമല്ല. ഇപ്പോൾ 15 കൊല്ലം കൊണ്ട് ലോകം വലിയ തോതിൽ മാറിയിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെ എഴുത്തിലും കൊണ്ടുവരാം, അല്ലെങ്കിൽ എഴുത്തിൽ അത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ശ്രമിക്കുന്നത്. കൂടുതൽ നോവലിനെ പറ്റി ഇപ്പോൾ പറയുന്നത് ശരിയായിരിക്കില്ല. ഞാനിത് ചോദിക്കാൻ കാര്യം, കറുപ്പും വെളുപ്പും എന്ന ലേഖന സമാഹാരത്തിലെ ആദ്യ അധ്യായം തുടങ്ങുന്നത് തന്നെ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു നോവലിൻ്റെ സൃഷ്ടി, ഒരു പക്ഷേ ഇങ്ങനൊരു നോവലിൻ്റെ ഒരു തീം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സാറ് ഇങ്ങനെയൊരു വാചകം എഴുതിയത് എന്ന്. സാറിൻ്റെ എല്ലാ കൃതികളും വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് വിവിധ നാടുകളിലെ ചരിത്രം, സംസ്കാരം,
കല, സാഹിത്യം തുടങ്ങി പല കാര്യങ്ങളും വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പം സുഗന്ധിയിൽ ശ്രീലങ്കൻ തമിഴ് പാരമ്പര്യം, ചരിത്രം, സംസ്കാരം, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം, ആ കാലത്തെ കല, സാഹിത്യം, എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട്. മതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആഫ്രിക്കയിലാണെങ്കിലും ആഫ്രിക്കൻ പ്രശ്നങ്ങൾ വളരെ ഡീപ്പായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെ ഇപ്പം ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുമ്പം കുന്നംകുളത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു സംസ്കാരം, കുന്നംകുളത്തിൻ്റെ 14 നൂറ്റാണ്ട് മുതൽക്ക് ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം, അതുപോലെ ആ കാലഘട്ടത്തിലെ യൂറോപ്യൻ ചരിത്രം, നമ്മുടെ കച്ചവട സംസ്കാരത്തിൻ്റെ ചരിത്രമൊക്കെ കടന്നു വരുന്നുണ്ടല്ലോ. ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ ഇതിലെ ചരിത്രം എങ്ങനെയാണ്? കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള ചരിത്രം അതിൻ്റെ തുടർച്ചയാണ്. ഈ പറഞ്ഞ ഇട്ടിക്കോരയുടെ കാലം മുതൽ ഇപ്പോഴത്തെ കാലം വരെ ഒരു പെണ്ടുലം പോലെ മുന്നോട്ടും പോകുന്ന ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തിൽ പലപ്പോഴും പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ധാരാളം ഇടങ്ങളുണ്ട്. ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരന് തൻ്റെ ഭാവനയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഇടങ്ങളാണ്. അതിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. നോവലുകൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സാറിൻ്റെ അഭിമുഖങ്ങളും. സംഭാഷണങ്ങൾ, തമിഴ് മൊഴിയഴക് എന്നീ പേരുകളിൽ അത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. 2005-2006 കാലഘട്ടങ്ങളിൽ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്ന നിരവധി അഭിമുഖങ്ങളുണ്ട്. അതിനോടൊപ്പം ചേർത്ത് നിർത്തി പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മുടെ കാട്ട് കൊള്ളക്കാരനായ വീരപ്പൻ്റെ ഭാര്യ മുത്തുലക്ഷ്മിയായിട്ട് സാറ് നടത്തിയൊരു അഭിമുഖം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു പക്ഷേ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പച്ചാമഞ്ഞ ചുവപ്പ് പോലുള്ള നോവലുകളിൽ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഒരു ചെറിയൊരു കാലം 2003 മുതൽ 2007 വരെ ഒരു 3-4 വർഷമാണ് ഒരു ലിറ്റററി ജേർണലിസം പോലെ ഫ്രീലാൻസ് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് മദ്രാസിയിലായിരുന്നു. 60ഓളം ഇൻ്റർവ്യൂകളുണ്ട് ആ കാലത്ത് ചെയ്ത്. കുറേയൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്, അച്ചടിച്ച് വരാത്തതുകൊണ്ട്. പല മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ, ഇപ്പോൾ കരുണാനിധിയെ പോലെ, കലൈഞ്ചർ കരുണാനിധിയെ പോലെയുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ, ബാലുമഹേന്ദ്ര, ഭാരതി രാജ, അങ്ങനത്തെ സിനിമാ രംഗത്തുള്ളവരുടെ, എഴുത്തുകാരുടെ ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് വീരപ്പൻ്റെ ഭാര്യയായിരുന്ന മുത്തുലക്ഷ്മിയായിട്ടുള്ള ഇൻ്റർവ്യൂ. വീരപ്പൻ മരിച്ച് കൊല്ലപ്പെട്ട് അധികം കഴിയുന്നതിന് മുമ്പാണ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. മേട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ സേലത്തുനിന്ന് കുറച്ച് ദൂരെയുള്ള മേട്ടൂർ. അവരുടെ അടുത്തേക്ക് എത്താവുന്ന ചില ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഒരു ചെറിയൊരു വീട്ടിൽ ഒരു കയറുകട്ടിലിൽ ഇരുന്നിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തരം കയർ ഇട്ടിട്ടുള്ള കട്ടിൽ വീട്ടുമുറ്റത്തിൽ. അപ്പോൾ അവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്നു. എനിക്കും വളരെ അത്ഭുതമായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് കാലം വീരപ്പൻ്റെ കൂടെ കാട്ടിൽ ജീവിച്ചൊരു സ്ത്രീയാണ്. അവർക്ക് പുറം ലോകത്തെപ്പറ്റി വളരെ മിനിമം ധാരണകളെ ആ കാലത്തിൽ. പിന്നീട് മുത്തുലക്ഷ്മി കുറേ കൂടെ ഇൻഫോംഡ് ആവുന്നു. വളരെ ബ്രില്യൻ്റായിട്ടൊരു സ്ത്രീയാണ്. ഇലക്ഷനൊക്കെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ സമയത്ത് ഇവരുടെ ആളുകൾ എന്നെ അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് തന്നെ എന്തോ വളരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ. നിങ്ങൾ മേട്ടൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ മതി, ബാക്കി ഞങ്ങൾ കൊണ്ടുപോകാം, എവിടേക്കാണെന്ന് പറയില്ല എന്ന് പറഞ്ഞൊരു ജീപ്പിൽ കയറ്റിയിട്ട് അവരെവിടേക്കോ കൊണ്ടുപോയിട്ട് അവസാനം എത്തും. എന്തിനോ അവരതിൻ്റെ ഒരു രഹസ്യം സൂക്ഷിച്ചിട്ടു. പക്ഷേ അധികം താമസിക്കാതെ അതിൻ്റെ പ്രസക്തി ഇല്ലാതെ അവർ തമിഴ്നാട്ടിലെ പട്ടാളി മക്കൾ കക്ഷി എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരികയൊക്കെ ചെയ്തു. ഈ സമയത്ത് വീരപ്പനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഒക്കെ ഒരുപാട് അവർ പങ്കുവച്ചു. അപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു, എങ്ങനെയാണ് ഈ വീരപ്പനെ പോലുള്ള ആളുടെ കൂടെ ഒരുപാട് പ്രായം വ്യത്യാസമുണ്ട്. ഇവർക്ക് അത്ര പ്രായമില്ല. മുത്തുലക്ഷ്മി ജീവിച്ചത് എന്നൊക്കെ അറിയാനുള്ള ചോദ്യങ്ങൾ. ജീവിക്കുക മാത്രമല്ല, കാട്ടിനുള്ളിൽ വെച്ചാണ് അവരുടെ കുട്ടികളെ അവർ പ്രസവിക്കുന്നതും ആ കുട്ടികളെ വളർത്തുന്നതും ഒക്കെ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് കാട്ടിലൊന്നും പേടിക്കാനില്ല, കാടാണ് സേഫായിട്ടുള്ള സ്ഥലം. അതേപോലെ ഈ വീരപ്പനെ അവർ ഒരു ദൈവത്തിനെ പോലെയാണ് കണ്ടിരുന്നത്. അമാനുഷ്യ ശക്തികളുള്ള ഒരാളാണ്. വീരപ്പനെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നവർ വിശ്വസിച്ചു. എന്തോ വലിയൊരു ചതി ഉപയോഗിച്ചിട്ട് ആണ് വീരപ്പനെ കൊന്നുകളഞ്ഞത്, അല്ലാതെ കണ്ട് വീരപ്പനെ കൊല്ലാൻ കഴിയില്ല.
അപ്പം അതിനിടയ്ക്ക് അവരെന്നോട് ചോദിച്ചു, ഏത് പത്രത്തിൽ നിന്നാണ് നിങ്ങൾ, തമിഴിൽ ചോദിക്കും പത്രിക, എന്ത് പത്രികയിൽ നിന്ന് വരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളല്ല, റെയിൽവേ ജീവനക്കാരനാണ്, ഒരു ഫ്രീലാൻസായിട്ട് ഈ കാര്യം ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞ സമയത്ത് അവരെന്നോട് പറഞ്ഞു അവർക്ക് നിറയെ തുടർപ്പിരുന്നത്. അപ്പോൾ വീരപ്പന് റെയിൽവേയിൽ നിറയെ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ, അപ്പോഴാണ് എനിക്കതുവരെ അത്തരത്തിലൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല വീരപ്പൻ്റെ റെയിൽവേ ആയിട്ട് എന്താണ്. അപ്പോൾ സേലത്തും അതുപോലെ ലോക്കൂർ, ശങ്കരിദുർഗ് എന്നൊക്കെ പറഞ്ഞ ആ പ്രദേശങ്ങളിലൊക്കെയുള്ള പല റെയിൽവേ ജീവനക്കാരായിട്ട്, കോയമ്പത്തൂരിലെ ചില റെയിൽവേ ജീവനക്കാരൊക്കെ ആയിട്ട് വീരപ്പന് ബന്ധമുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ഈ ചന്ദനക്കടത്ത് തീവണ്ടി മാർഗം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ അവരാണ് പറയുന്നത്. അപ്പം അതിൽ അവർ തരുന്ന ചില സൂചനകളിൽ കൂടെ കൂടുതൽ പോയ സമയത്ത് എനിക്കതിനപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ചെറിയ ചില വിവരങ്ങളാണ്, കുറേയും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു. അതൊക്കെ പച്ചാമഞ്ഞ ചുവപ്പ് എന്നുള്ള നോവൽ എഴുതുമ്പോൾ എനിക്ക് സഹായകമായിട്ടുണ്ട്. ആ അനുഭവം വിറകിൻ്റെ ഉള്ളിലൊക്കെ ചന്ദനം കൊണ്ട് പോകുന്നു. പക്ഷേ അതിലേറെ ആ മുത്തുലക്ഷ്മി എന്നുള്ള ആ വ്യക്തിയെ എനിക്കിപ്പോഴും ഓർക്കാൻ കഴിയും. ഒരു 10-20 കൊല്ലം മുമ്പാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിലും വളരെ അത്ഭുതത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന, പുറത്തെ ലോകത്തിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയൊന്നും ഇല്ലാതെ സംസാരിക്കുന്ന, വീരപ്പനെ ഇങ്ങനൊരു അമാനുഷികമായ കഴിവുകളുള്ള ഒരാളായിട്ട് കണക്കാക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു വ്യക്തിയായിട്ടാണ്. അതിനുശേഷം അവർ ഇലക്ഷൻ നിന്ന സമയത്ത് എനിക്ക് ഫോൺ ചെയ്ത് വിളിച്ചിരുന്നു, എന്നെ ക്ഷണിച്ചു മേട്ടൂരിലേക്ക്. നിങ്ങൾ വാങ്ങേ, എവിടെ കൂട്ടം പാരുങ്ക, വലിയ ജനക്കൂട്ടമുണ്ട്, ഞാൻ എന്തായാലും ജയിക്കും, നിങ്ങൾ വന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കണം ഇവിടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പോയി പ്രസംഗിക്കാനൊന്നും പോയില്ല. അവർ ആ ഇലക്ഷൻ ജയിച്ചുമില്ല. പക്ഷേ 20,000-ഓളം വോട്ട് അവർക്ക് കിട്ടി. അവിടെ നിന്ന് തോറ്റുപോയെങ്കിലും 20,000-ഓളം വോട്ട് കിട്ടിയിരുന്നു. പിന്നീട് അവർ കുറച്ചും കൂടെ ഒക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത്ര അധികം കാണുന്നില്ല. പക്ഷേ അവരുടെ ഒരു ധൈര്യം സമ്മതിക്കണം വീരപ്പൻ്റെ കൂടെ. പക്ഷേ ഇവർ വളരെ ചെറിയ കുട്ടിയായിരുന്നു. 15-16 വയസ്സുള്ള സമയത്ത് ഇവരുടെ വീട്ടിന് മുമ്പിൽ നിൽക്കുന്നത്, അതിലേ പോകുന്ന വീരപ്പൻ്റെ സംഘം കാണുകയും വീരപ്പന് ഇവരുടെ പിതാവിനോട് മകളെ വിവാഹം, അപ്പോൾ വീരപ്പനെ പോലുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് നോ പറയാൻ പറ്റില്ല. മുത്തുലക്ഷ്മിയുടെ പിതാവിന് നോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവർ വിവാഹം കഴിഞ്ഞ് നേരെ കാട്ടിലേക്കാണ് പോകുന്നത്. കാട്ടിൻ്റെ ഉള്ളിലാണ് ജീവിച്ചത്. തികച്ചും നമുക്കറിയാത്ത ഒരു ജീവിതമാണ്. നമ്മൾ വാർത്തകളിലൂടെ മാത്രം അറിഞ്ഞ ഒരു മനുഷ്യൻ്റെ പച്ചയായ ജീവിതം ഇങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ഒരു വല്ലാത്തൊരറിവാണ്. എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, സാറിൻ്റെ ആദ്യത്തെ നോവലാണ് ആൽഫ. അപ്പോൾ ആൽഫയുടെ രചനയ്ക്ക് കാരണമായിട്ട് സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, അതുപോലെ ആന്ധ്രാപ്രദേശിലെ വിപ്ലവ രചയിതാവ് സംഘത്തിൻ്റെ തകർച്ച പോലുള്ള സംഘടനകളുടെ, അതുപോലെ പ്രസ്ഥാനങ്ങളുടെ, രാജ്യങ്ങളുടെ ഒക്കെ തകർച്ചയാണ് ആൽഫ എന്ന നോവലിൻ്റെ രചനയ്ക്ക് പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൽഫയിലെ ഒരു കഥ എന്ന് പറയുന്നത് തന്നെ ഒരു സംഘം മനുഷ്യർ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഒരു ദ്വീപിലെത്തുന്നതും പിന്നീട് അവരുടെ തുടർ ജീവിതം അവിടെ തുടർന്ന് കൊണ്ടുപോകുന്നതുമാണ്. അവിടെ അവർ ജീവിക്കുന്നത് വളരെ പ്രാകൃതമായൊരു ജീവിതമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാകൃതമായ ഒരു അന്തരീക്ഷം, പ്രാകൃതമായൊരു ജീവിതം, ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലം തിരഞ്ഞെടുത്തു? അത് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം ഓരോ നരവംശാസ്ത്ര പരീക്ഷണങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. മനുഷ്യരെ ഒരു പ്രത്യേക തരം 80 കൊല്ലം നീണ്ട ഒരു നരവംശാസ്ത്ര പരീക്ഷണമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്നാണ് എൻ്റെ ബോധ്യം. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന പല നരവംശാസ്ത്ര പരീക്ഷണങ്ങൾ, ഇപ്പോൾ ഹിറ്റ്ലർ നടത്തുന്നത് മറ്റൊരു നരവംശാസ്ത്ര പരീക്ഷണമാണ്. പരീക്ഷണങ്ങളെല്ലാം വളരെ വിചിത്രമായ ദുരന്തങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഈ പ്രാകൃതമായ പരീക്ഷണം എന്ന് തോന്നാനുള്ളൊരു കാരണം,
ഈ സോവിയറ്റ് യൂണിയൻ്റെ തുടക്കത്തിലും പറഞ്ഞിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന മതങ്ങളുടെ പേരിലുള്ള പലതരത്തിലുള്ള എല്ലാം ഉപേക്ഷിച്ച് ഒരു ക്ലീൻ സ്ലേറ്റിൽ നമ്മൾ തുടങ്ങാം. കേരളത്തിലും പല ഡിസ്കഷനിൽ ഈ ക്ലീൻ സ്ലേറ്റിനെ പറ്റിയിട്ട് ഒരു ക്ലീൻ സ്ലേറ്റിൽ വീണ്ടും തുടങ്ങാം. അപ്പോൾ അതാണ് വാസ്തവത്തിൽ മനുഷ്യൻ അതുവരെ ആർജിച്ച എല്ലാ തരത്തിലുള്ള അറിവിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, ഭാഷയെ ഉപേക്ഷിച്ചു, ഇതുവരെ നമ്മൾ സംസ്കാരമെന്ന് വിശ്വസിക്കുന്ന, ഇതുവരെ നമ്മൾ മനുഷ്യവംശം ആർജിച്ച എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടും വീണ്ടും പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുക. അപ്പോൾ അതാണ് അതിൽ കൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു 25 വർഷം കഴിയുമ്പോൾ ആ 25 വർഷം കൊണ്ട് ഇതുവരെ മനുഷ്യൻ നേടിയതെല്ലാം നേടാൻ കഴിയും എന്നൊരു ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ്. നേടാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യവംശം എന്ന് പറഞ്ഞൊരു തുടർച്ചയാണ്. ഇതുവരെ നമ്മൾ എന്ത് നേടി അതിൽ നിന്നേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനെ മൊത്തമായിട്ട് റദ്ദാക്കിയിട്ട് മറ്റൊരു ഇത് സാധ്യമല്ല. പലപ്പോഴും പല സിസ്റ്റങ്ങൾ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്നതും വലിയ ദുരന്തത്തിലേക്ക് എത്തുന്നതിൻ്റെയും കാരണം അതാണ്. സംഘങ്ങളുടെയും സംഘടനകളുടെയും ഉള്ളിൽ തന്നെ ജനാധിപത്യപരമായ സംവാദങ്ങൾ നിരാകരിക്കപ്പെടുമ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരീക്ഷണശാലയായിട്ടാണ് ആൽഫ എന്നുള്ള നോവൽ, അതിൽ നടക്കുന്ന ഡിസ്കോഴ്സുകൾ, അതിലെ സംഭാഷണമൊക്കെ വരുന്നത്. വയലൻസിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട എഴുത്തുകാരനാണ് സാറ്. കാരണം ഫ്രാൻസിസ് സിറ്റിക്കോരയിലും സുഗന്ധിയിലെയും ഒക്കെ വയലൻസ് വളരെ കാര്യമായിട്ടുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ തിരികൊളുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ വീണ്ടുമുള്ള വായനയിൽ എനിക്ക് ബോധ്യപ്പെട്ടുള്ളൊരു കാര്യം, ഈ വയലൻസിൻ്റെ അതിപ്രസരത്തിലൂടെ വയലൻസിനെതിരെ സംസാരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് സാറെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് പറയാനുള്ളൊരു കാര്യം, സായുധ വിപ്ലവങ്ങളുടെ സ്ഥാനത്ത് അതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള സാംസ്കാരിക വിപ്ലവമാണ് സാറ് കൃതികളിലൂടെ നടത്തുന്നത് എന്നൊരു തോന്നൽ ഈ പുസ്തകങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പുസ്തകങ്ങളുടെ ഒരു സംസ്കാരം. പല കൃതികളിലും ആവർത്തിച്ചു വരുന്നൊരു കാര്യം, പല പുസ്തകങ്ങളെക്കുറിച്ചും ഫ്രാൻസിസ് സിറ്റിക്കോരയിലാണെങ്കിലും അതിൽ ലോകമെമ്പാടുമുള്ള പലതരത്തിലുള്ള നമ്മുടെ എഴുത്തച്ഛന് മുമ്പുള്ള, അതായത് ഗണിതത്തിലും മറ്റ് ശാസ്ത്ര മേഖലകളിലൊക്കെയുള്ള ഭാരതീയ സംഭാവനകൾ തൊട്ട് അങ്ങോട്ട് യൂറോപ്യൻ സാഹിത്യത്തിലും ശാസ്ത്രത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള മികച്ച പല പുസ്തകങ്ങളെക്കുറിച്ചും സാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സുഗന്ധിയിലാണെങ്കിലും അതെ, ദ്രാവിഡ പാരമ്പര്യത്തെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. മാമാ ആഫ്രിക്കയിൽ ഒരു ആഫ്രിക്കൻ വിപ്ലവത്തിന് തിരികൊളുത്തിയ പല ഒരു റേസിസത്തിനെ കുറിച്ചൊക്കെയുള്ള പലതരം പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്നു, എല്ലാ പുസ്തകങ്ങളിലും. അപ്പം അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ഫാനൻ്റെ റച്ചഡ് ഓഫ് ദ എർത്ത് എന്ന പുസ്തകം. അപ്പോൾ അത് നമുക്കറിയാം, അതൊരു എന്താ പറയുക, വളരെ വിപ്ലവാത്മകമായിട്ടുള്ളൊരു പുസ്തകമാണ് ഫ്രാൻസ് ഫാനൻ്റെ റച്ചഡ് ഓഫ് ദ എർത്ത്. ഈ റച്ചഡ് ഓഫ് ദ എർത്ത് മാമാ ആഫ്രിക്കയിലെ പ്രധാന കഥാപാത്രമായ റഷീദ് അവൻ്റെ കാമുകിയായ താര വിശ്വനാഥിന് സമ്മാനിക്കുന്നത് ഒരു ഡിസംബർ 6-നാണ്. അപ്പോൾ ആ ഡേറ്റ് ഇത് രണ്ടാമത്തെ വായനയിലാണ് ഇത് കിട്ടിയത്, ആദ്യ വായനയിൽ ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പം ആ ഡേറ്റ് ഡിസംബർ 6 എന്ന് പറയുന്നത് നമുക്കറിയാം വർഗീയതയുടെ പാരമ്യത്തിൽ നമ്മൾ ബാബറി മസ്ജിദ് തകർത്ത് കളഞ്ഞ ദിവസമാണ്. അതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന വലിയ ഹിന്ദു മുസ്ലിം ലഹളകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഡിസംബർ 6-ഉം റച്ചഡ് ഓഫ് ദ എർത്തും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല്, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മറ്റു പല പുസ്തകങ്ങളും ഇതുപോലെയുള്ള പല ചരിത്രവും സംസാരിക്കുന്നുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ സാറൊന്ന് പറയാമോ? പുസ്തകങ്ങൾ എന്ന് മാത്രമല്ല, നോവലിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെയാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഏത് പുസ്തകം കൊടുക്കണം, ഇപ്പോൾ താര വിശ്വനാഥിന് കൊടുക്കുന്ന പുസ്തകം റച്ചഡ് ഓഫ് ദ എർത്ത് തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ റഫർ ചെയ്യുന്ന പുസ്തകങ്ങൾ. ഇപ്പോൾ സുഗന്ധിയിൽ നമ്മൾ ബ്രോക്കൺ പായ്മര എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റി പറയും. അപ്പോൾ സുഗന്ധി ഞാൻ ഡെഡിക്കേറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ രജനി തിരുണകാമയ്ക്ക്. രജനിയും മറ്റു 3 ഡോക്ടർമാരും കൂടെ ജാഫ്ന മെഡിക്കൽ കോളേജിലെ അധ്യാപകരായിരുന്ന 4 ഡോക്ടേഴ്സ്, രജനി അനാട്ടമി പഠിപ്പിച്ചിരുന്നതാണ്, മറ്റു 3 ഡോക്ടേഴ്സും കൂടെ ശ്രീലങ്കയിൽ നടന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ വയലൻസിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് ബ്രോക്കൺ പായ്മരയിൽ നടന്നത്. ഇപ്പോൾ ബ്രോക്കൺ പായ്മര നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വളരെ ക്രൂഡാണത്. ഓരോ ഇൻസിഡൻറ്റിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അതിനാകും. നമ്മൾക്കൊരു നടുക്കത്തോടു കൂടി അത് കടന്നു പോകാൻ പറ്റും. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ
ഹിംസ അതിൻ്റെ ഒരു ഉന്മാദ സമാനമായ അവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രതിസ്ഥാനത്ത് സിംഹള ഭരണകൂടമുണ്ട്, സമാധാനം നടപ്പാക്കാൻ പോയ ആളുകളുണ്ട്, LTTE പോലെയുള്ള വിമോചന പ്രസ്ഥാനങ്ങളുണ്ട്. മൂന്ന് വിഭാഗവും ഒരുപോലെ വയലൻസ് തങ്ങളുടെ പ്രവർത്തന പദ്ധതിയായിട്ട് ചെയ്യും. ഇപ്പം ഞാൻ ശ്രീലങ്കൻ വിഷയത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ അന്വേഷിച്ചിരുന്ന അവിടെ സമാധാനത്തിനെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ടോന്നായിരുന്നു. ഇപ്പോൾ നേരത്തെ ദീപം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ വയലൻസ് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്, വയലൻസിനെക്കുറിച്ച് എഴുതേണ്ടി വരുന്നത് വയലൻസിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ വയലൻസ് അതിഭീകരമായ ഒരു ക്യാൻസർ പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു കയറുന്ന കാലം. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് വളരെ മോശപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്ത. മനുഷ്യരാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതി. അതൊരു കുടുംബം മുതൽ നമുക്ക് ചുറ്റുമുള്ള ടെലിവിഷനിലൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമായിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിട്ട് ആ ന്യൂസ് കേൾക്കാൻ ആളുകൾക്ക് വളർത്തും. മനുഷ്യർക്ക് വയലൻസ് കാണാനും കേൾക്കാനുമുള്ള താല്പര്യം ഇന്നത്തെ നമ്മൾ വിചാരിക്കും ഇപ്പോഴാണെന്ന്. ഇപ്പോഴല്ല, ഇപ്പോഴുണ്ട്. വയലൻസുള്ള സിനിമകൾ വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ തല വെട്ടി ഇങ്ങനെ തട്ടി എറിയുന്ന ഇതൊക്കെ കണ്ട് ആവേശം കൊള്ളുന്ന കാണികളുണ്ട്. അത് നമ്മുടെ ഭാഷയിലാണെങ്കിലോ മറ്റു ഭാഷയിലാണെങ്കിലോ ഒക്കെ വരും. ഞാൻ ഇതിനെപ്പറ്റി അടുത്തിടയ്ക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ രസകരമായൊരു കാര്യം തോന്നിയത്, ഒരു 10-50 കൊല്ലം മുമ്പേ നമ്മൾ ആളുകളൊക്കെ പറയാം അന്നൊക്കെ വളരെ സമാധാനമായിരുന്നു, വയലൻസിനോടൊന്നും ആളുകൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയില്ല. കഥകളികൾ കാണാൻ പോകുന്ന ആളുകൾക്ക് എല്ലാ കഥകളിയിലും ഒരു വധം അവസാനം ഉണ്ടെങ്കിൽ അതിലാണ് വധം. ദുര്യോധന വധം, ലവണാസുര വധം, കീചക വധം. അപ്പോൾ ഇതിൽ കഥകളിയിൽ പെർഫോം ചെയ്യുന്നതും ഈ വധങ്ങളിലാണ് കൂടുതൽ. പെർഫോമൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ നിണമുള്ള വേഷം എന്ന് പറയും. ഇപ്പോൾ ഭീമൻ കുടലുമാല വലിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സാത്വികരായ, വളരെ ദൈവവിശ്വാസികളായിട്ടൊക്കെ നടിച്ചിരുന്ന ആളുകൾ സന്തോഷമായിട്ടിരുന്ന് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിണം കണ്ടിട്ടേ പോരാവുള്ളൂ എന്ന് പറയും. നിണം എന്ന് പറയുമ്പോൾ കുടലുമാല പുറത്തേക്ക് എടുക്കുന്ന ഇത് കഥകളിക്കാണ്. അപ്പോൾ ഈ വയലൻസിനോടുള്ള ഒരു മനുഷ്യൻ്റെ ആസക്തി അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അത് എല്ലാ കാലത്തും അത് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആർത്തിയിലേക്കും സ്വാർത്ഥതയിലേക്കും അങ്ങ് ആ ഭ്രമത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വയലൻസും അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് കൂടുന്നു. ഇത് ഇട്ടിക്കോരയിലാണെങ്കിൽ നമ്മളെല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനെ ഒരു ഡിസ്കോഴ്സിലേക്ക് എത്തിക്കാനാണ് പല പുസ്തകങ്ങളും നമ്മൾ റെഫർ ചെയ്യുന്നത്. ധാരാളം ചിലപ്പോൾ ഇല്ലാത്ത പുസ്തകങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഉള്ള പുസ്തകങ്ങളും ഇല്ലാത്ത പുസ്തകങ്ങളും വരും. ഇപ്പോൾ ദ ട്രൂ സ്റ്റോറി ഓഫ് ഹൈപ്പേഷ്യ റിട്ടൺ ബൈ ഇസബെല്ല സ്വാൻ എന്ന്. ഞാനത് കുറേ നെറ്റിൽ സെർച്ച് ചെയ്തതാണ്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അങ്ങനെ പുസ്തകം കാണില്ല. ഇല്ല. ഇപ്പോൾ സുഗന്ധിയിലുള്ള സുസാന സുപ്പിന എന്ന് പറഞ്ഞ പുസ്തകം ഇല്ലാത്തൊരു പുസ്തകം. പക്ഷേ ശ്രീവല്ലഭ ബുദ്ധനാർ എഴുതിയ സുസാന സുപ്പിന എന്ന് പറഞ്ഞ പാലിയിലുള്ള പുസ്തകം എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ വായനക്കാരത് യഥാർത്ഥത്തിലുള്ള പുസ്തകമാണെന്ന്. കഥ എഴുതുന്ന ആളുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, താൻ പറയുന്ന കഥ പൂർണ്ണമായിട്ടും തൻ്റെ വായനക്കാരനെ വിശ്വസിപ്പിക്കാം. ബാക്കിയുള്ളതെല്ലാം അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഇത്തരം പുസ്തകങ്ങളുടെ പേരുകൾ ഇപ്പം ഇവരുടെ മുറഗാമിയുടെ പുസ്തകം പച്ചാമഞ്ഞ ചുവപ്പിൽ നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ ചില റിംഗ് ടോണുകളെ പറ്റി പറയും. പാപ്പരോഷയുടെ റിംഗ് ടോണാണ് നമ്മൾ ഇട്ടിക്കോരയിൽ. നോവലിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു വളരെ ചെറിയ കാര്യമായിരിക്കാം, അതിന് പോലും കണക്ഷൻ ഉണ്ടോ. അപ്പോൾ ഡിസംബർ 6 എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ, ഇപ്പോൾ ദീപ വളരെ സൂക്ഷ്മമായിട്ട് നോവൽ മുഴുവൻ പഠിച്ച ആളാണ്. എങ്കിലും ഇനിയും സൂക്ഷ്മമായിട്ട് വായിച്ചാൽ ഇനിയും എത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും ആലോചിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ, ഈ നോവൽ എഴുതുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഇൻഡെഫിനിറ്റ് പോസിബിലിറ്റീസ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻസിനുള്ള സാധനങ്ങൾ അതിൽ വയ്ക്കുകയെന്നോ, അതിലേക്ക് വായനക്കാർ എത്തുന്നത് പലപ്പോഴും സംഭവിക്കാറില്ല. വളരെ പെരിഫറലായിട്ടുള്ള വായനകളാണ് ഇപ്പോൾ.
അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ റിസർച്ച് ചെയ്യുന്നവരൊക്കെയാണ് കുറേ കൂടി ഡീപ്പായിട്ട് അതിലേക്ക് എത്തുന്നത്. എത്തുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ ഡിസംബർ 6 പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ. റച്ചഡ് ഓഫ് ദ എർത്ത് എന്നുള്ള പേരിൻ്റെ തന്നെ പ്രസക്തി ഇത്. ഫാനനെ പറ്റിയിട്ട് തന്നെ പറയാം. ഫാനൻ അൾജീരിയയിൽ ആണ് ജനിക്കുന്നത്. ഫ്രഞ്ച് കോളനിയായ അൾജീരിയയിൽ ജനിച്ച് അൾജീരിയയിൽ വളർന്ന് അൾജീരിയയിലുള്ള അന്നത്തെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. അതിൽ ഓൺ വയലൻസ് ആണ് ആദ്യത്തെ ചാപ്റ്റർ തന്നെ. ഒന്നാമത്തെ ചാപ്റ്ററേ തന്നെ അത് തന്നെയാണ്. അപ്പോൾ വയലൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നമുക്ക് വയലൻസിനെ എതിർക്കാൻ കഴിയില്ല. വയലൻസിൻ്റെ വളരെ റൂട്ട് എവിടെയാണ് ഈ വയലൻസ് കിടക്കുന്നത് എന്നുള്ള അന്വേഷണങ്ങളിൽ കൂടി തന്നെ, അതിനെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ കൂടെ തന്നെ, ഹിംസ അങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നൊരു സങ്കല്പത്തിൽ നമുക്ക് ജീവിച്ചുകൊണ്ട് ഹിംസയ്ക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനൊരു ചോദ്യം ഉൾപ്പെടുത്താൻ കാരണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ പോലും വർദ്ധിച്ചു വരുന്ന റാഗിങ്. ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ തന്നെ ഗാന്ധിനഗർ കോളേജിലെ ഒരു നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൻ്റെ വളരെ ദാരുണമായ വിവരണം പത്രങ്ങളിലുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും വർദ്ധിച്ചു വരുന്ന ഈ ഒരു വയലൻസ്, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ പറ്റും എന്നൊരു ചോദ്യം. അതായത് പുസ്തകങ്ങൾ വായിക്കുന്നവരല്ല പുതിയ തലമുറയുടെ താല്പര്യം. പുസ്തകങ്ങൾക്കപ്പുറത്ത് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അവർ മറ്റ് മാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതായത് പ്രിൻ്റഡ് മീഡിയ അല്ല, അവരുടെ ലോകം എന്ന് പറയുന്നത് ഓൺലൈൻ മീഡിയയാണ്. സോഷ്യൽ മീഡിയയുടെയും ഒക്കെ വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകം അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാറ് സുഗന്ധി എന്നാണ്ടാൾ ദേവനായികയിലൊക്കെ വിപ്ലവം, സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള വിപ്ലവം അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് കൈയും കാലുമില്ലാത്ത വ്യക്തി ഇൻ്റർനെറ്റിലൂടെ നടത്തുന്ന ഒരു വലിയൊരു വിപ്ലവത്തെക്കുറിച്ചും അക്ഷരങ്ങളിലൂടെ നടത്തുന്ന വിപ്ലവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇന്നത്തെ തലമുറയുടെ ഈ വയലൻസിനെ ചെറുക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വയലൻസിന് എതിരെ നമ്മൾ സാധാരണ അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്ന വളരെ സർഗാത്മകതയാണ്, കലയാണ്. കല കൊണ്ട് ഹിംസയെ പ്രതിരോധിക്കുക എന്ന്. കലാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ എത്രത്തോളം കുറയുന്നുവോ, എത്രത്തോളം അപ്രത്യക്ഷമാകുന്നുവോ അത്രയും ഹിംസ കയറി വരും. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു ക്രിയേറ്റീവ് എനർജിയുണ്ട്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലൊക്കെ ക്രിയേറ്റീവ് എനർജി. ഈ ക്രിയേറ്റീവ് എനർജിക്ക് അത് ആവിഷ്കരിക്കാനുള്ള ഇടങ്ങൾ ലഭ്യമല്ലാതെയായി മാറുമ്പോൾ അതിന് പകരം ആ ഇടങ്ങളിലേക്ക് എത്തുന്നത് വയലൻസ് ആയിരിക്കും. അപ്പോൾ സംഗീതത്തിൻ്റെ, പുസ്തക വായന മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾക്കും അതിലൂടെ ഇവരുടെ ആ സർഗാത്മകമായ ഊർജം നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പരിധിവരെ, ഞാനത് ആത്യന്തികമായ പരിഹാരം എന്നുള്ള നിലയ്ക്കല്ല പറയും, ഒരു പരിധിവരെ ഹിംസയ്ക്കെതിരെ നിൽക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ ടെക്നോളജിയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ നടക്കുന്ന AI കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ടെക്നോളജി നമ്മളെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ സമൂഹത്തിൽ നിന്ന് ദയ, കരുണ, പരസ്പര ബഹുമാനം, സ്നേഹം ഇതൊക്കെ അപ്രത്യക്ഷമായി പോകുന്നു, അല്പാൽപമായിട്ട് അപ്രത്യക്ഷമായി പോകുന്നു. അപ്പോൾ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമായി മാറുന്ന തരത്തിലേക്ക്, അതിൽ ഒരു തെറ്റും ഒരു കുറ്റബോധവും തോന്നാത്ത, ഒരു 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ധരിച്ചിരുന്ന ഒരാൾ ഒരു കളവ് നടത്തണമെങ്കിൽ, ഇപ്പം നമ്മൾ ജീൻവാൾജിൻ്റെയൊക്കെ കഥകൾ വായിച്ച് വളർന്നിട്ടുള്ള ആളുകൾ കളവ് നടത്തണമെങ്കിൽ അയാൾ വളരെ ഗതികെട്ടൊരു സാഹചര്യത്തിലായിരിക്കണം. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഗതികെട്ടൊരവസ്ഥയിലാണ് ഒരു കുറ്റകൃത്യം, കളവ് മാത്രമല്ല ഒരു കുറ്റകൃത്യം ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലം അത് മാറി. ഇന്ന് കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് വളരെ ആസൂത്രിതമായി, വളരെ ആഘോഷകരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുറ്റകൃത്യം. അല്ലാതെ കണ്ട് പട്ടിണി കിടന്നിട്ടല്ല കുറ്റം. ഇപ്പോഴത്തെ കാലത്ത് ആരും ബസ്സിൽ പോക്കറ്റടിച്ച് അടി വാങ്ങുന്നില്ല. ഒരു 10-30 കൊല്ലം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് പോക്കറ്റടിക്കാരനെ പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പം അങ്ങനെയൊന്നും സംഭവിക്കും. ഇപ്പോൾ വളരെ ആസൂത്രിതമായിട്ടാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമെന്നോ പ്രതിരോധമെന്നോ ഒന്നും ഞാൻ നിസ്സഹായനാണ്, നിങ്ങളെപ്പോലെ അങ്കലാപ്പിലാണ്, എൻ്റെ കയ്യിൽ ഒരു ഉത്തരവുമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ക്യാമ്പസുകൾ കുറേയും കൂടെ സർഗാത്മകമാവുമ്പോൾ, കലയുടെ പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കുള്ള ഇടങ്ങളുണ്ടാവുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിംസയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും ഒഴിഞ്ഞു നിൽക്കാം. പക്ഷേ നമ്മുടെ കലോത്സവങ്ങൾ പോലും ഹിംസയുടെ ഇടങ്ങളായിട്ട് മാറുന്ന വാർത്തകൾ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നു. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കലയെ അതിൻ്റെ ട്രൂ സ്പിരിറ്റിൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ വയലൻസിലേക്ക് പോകില്ല എന്ന്. അതിൻ്റെ അതേ സ്പിരിറ്റിൽ എടുക്കാത്ത ആളുകൾ ആ രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന വയലൻസാണ്. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഹിംസ ഒരു തരത്തിലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഹിംസയിൽ നിന്ന് ഹിംസ മാത്രമേ ഉണ്ടാവൂ. ഹിംസ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക്, രാജ്യങ്ങൾ മുതൽ കുടുംബങ്ങൾ വരെ ഇതിന് ഉദാഹരണമാണ്. ഇപ്പം ഹിംസയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് ഹിംസയോടുള്ള പ്രതിരോധം. കഴിഞ്ഞ KLF സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ 18ാം കൂറ്റുകാർ എന്ന വിഭാഗത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം, അതിനെക്കുറിച്ച് സാറ് സംസാരിച്ച് കിട്ടും. അപ്പോൾ അതായത് ഫ്രാൻസിസ് ടിക്കോറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് 18ാം കൂറ്റുകാർ. ഇപ്പോൾ കുന്നംകുളം കേന്ദ്രമാക്കി തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ആഭിചാര പ്രക്രിയകളൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് 18ാം കൂറ്റുകാർ. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സാധാരണ പുസ്തക ചർച്ചകളിൽ ഇങ്ങനെ ചർച്ചകൾ വരാറുണ്ട്. സാറ് കഴിഞ്ഞ KLFൻ്റെ വേദിയിൽ ഇങ്ങനൊരു ഗ്രൂപ്പേ ഇല്ല, അത് ഞാൻ എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയതാണ്, അത് റിയൽ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറിനോട് ബാംഗ്ലൂരുള്ള ഒരാൾ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ 18ാം കൂറ്റുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ ഒരു വിഭാഗമില്ല, നിങ്ങളുടെ തോന്നലാണ് എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. 18ാം കൂറ്റുകാരെന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിൽ പല സ്ഥലങ്ങളിലേക്കും പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയാം. അവരിൽ ചിലർ ഇവിടെയുണ്ട്. പരിപാടി കഴിച്ച് സാറ് എവിടെ പോകുന്നു അവിടെയൊക്കെ സാറിനെ ഫോളോ ചെയ്യുകയും സാർ എന്ത് പറയുന്നു, സാർ എന്ത് എഴുതുന്നു എന്ന് വളരെ കാര്യമായിട്ട് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഒരു സംഘം, 18ാം കൂറ്റുകാർ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു സംഘം ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് അവരുമായിട്ട് വളരെ അടുത്ത കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരിൽ കുറച്ച് പേര് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പരിപാടി കഴിയുമ്പോൾ സാറിന് പരിചയപ്പെടുത്തി തരാം. സന്തോഷം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ ഈ 18ാം കൂറ്റുകാരുമായിട്ട് ബന്ധപ്പെട്ട വളരെ വിചിത്രമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ തന്നെ സൃഷ്ടിച്ച് വിട്ടതാണ് 10-15 കൊല്ലം മുമ്പേ. പക്ഷേ ഇപ്പോൾ അത് കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. വേറെ ആളുകളത് ഏറ്റെടുത്ത് പലതരത്തിൽ പോയി. ഇപ്പം അടുത്തല്ല, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇട്ടിക്കോര വന്നതിൻ്റെ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുന്നംകുളത്തിനടുത്ത് കുറുക്കംപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ കുന്നംകുളത്ത് നിന്ന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ, ആർത്താറ്റ് പള്ളിക്ക് മുമ്പ്. ആ പ്രദേശത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കരിങ്കല്ല് കൊണ്ട് പല സാധനങ്ങൾ പണി നടത്തും. നമ്മൾ നോവലിൽ പറയുന്നുണ്ട് അവിടെ മീസാങ്കല്ല്, കുരിശൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനടുത്തു നിന്നുള്ള ആർത്താറ്റിൽ നോക്കിയാൽ ഒരു 3-4 പേരെന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യം ഇതിലും വിചിത്രമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാൻസിസ് ടിക്കോര ഇവരുടെ ആളാണ്, ഒരു സ്മാരകം നമുക്ക് ഉണ്ടാക്കണം. ആ സ്മാരകത്തിന് ഇട്ടിക്കോരയുടെ ഒരു ശില്പം ഇവിടെ കരിങ്കല്ലുണ്ട്, നമുക്ക് കൊത്തി ഉണ്ടാക്കാം. അതിനൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറൊന്ന് മുമ്പിലേക്ക് നിന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇട്ടിക്കോര ജീവിച്ചിരിക്കാത്ത ഒരാളെ പറ്റിയിട്ടൊരു സ്മാരകം ഉണ്ടാക്കുന്നതിൽ ഒരു ശരികേടില്ലേ ഇത്? അല്ല, സാർ പേടി കൊണ്ട് പറയാത്തതാണെന്ന് പറഞ്ഞു. ഇട്ടിക്കോര എന്ന് പറഞ്ഞ ആൾ ശരിക്കും ജീവിച്ചിരുന്ന ആളാണ്. അതിൻ്റെ വിവരങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. എന്തായാലും സ്മാരകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവരിതിൻ്റെ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇപ്പം എൻ്റെ വിവരം. ഭാവിയിൽ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. അപ്പോൾ ഫ്രാൻസിസ് ടിക്കോരയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകവും അതിനുള്ളിൽ ടിക്കോരയുടെ ഒരു കരിങ്കൽ ശില്പമൊക്കെ എല്ലാം സംഭവിക്കും. ഇപ്പോൾ ഈ 18ാം കൂറ്റുകാർ എന്ന് പറഞ്ഞ ആ പേരിലല്ലെങ്കിൽ കൂടെ ഇപ്പോൾ ഇട്ടിക്കോരയുടെ പേരിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അല്ലാത്ത ഗ്രൂപ്പ്.
ഇവർ വളരെ വിചിത്രമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ചിലരൊക്കെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ ഈ പറഞ്ഞ ഇതിൻ്റെ വേറെ ചില സാധ്യതകൾ, ഇപ്പോൾ നോവലിൽ പറയുന്നത് 18-ാം കൂട്ടുകാരായിരിക്കില്ല അവരെന്ന് മാത്രമേ ഉള്ളൂ, മറ്റു തരത്തിലുള്ളത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ അങ്ങനത്തെ കുറച്ച് ആളുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷം, നമുക്ക് പരിചയപ്പെടാം. ഇനി കേൾവിക്കാർക്ക് സദസ്യരുടെ ഒരു സമയമാണ്. സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് വേഗം അതൊന്ന് ചെയ്യാം. നമുക്കൊരു അനുവദിച്ച് തന്നിരിക്കുന്ന സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ചോദ്യങ്ങളുണ്ടെങ്കിലാവാം. സാർ, മാഡം നമസ്കാരം. സാർ നമസ്കാരം. ഞാൻ ലാസ്റ്റ് ടൈം കുസാറ്റിൽ വന്നിരുന്ന സാറിനെ കാണാൻ ലൈബ്രറി ഫംഗ്ഷൻ കാണാൻ പറ്റിയില്ല. സാർ, ഞാനൊരു സിനിമാ സാഹിത്യ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് 2 ചോദ്യമുള്ളത്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ, ഞാൻ ഫ്രാൻസിസ് എറ്റിക്കോര വായിച്ചിട്ട് ഒരു 2 മാസമായുള്ളൂ. അപ്പോൾ ഞാനത് വായിച്ചു വന്നപ്പോൾ ഈ കോര ശാസനം, കോര ലിഖിതങ്ങൾ, പിന്നെ ഹൈപ്പേഷ്യൻ സ്കൂളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാറ് ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന, ഹിസ്റ്ററി ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ടല്ലോ സാർ. ഇങ്ങനെ ഇല്ലാത്ത ഹിസ്റ്ററി ഉണ്ടാക്കി നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതി. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു കഥകളി, ഇതിൽ ദുര്യോധനൻ, ദുശാസനൻ എന്നൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സുയോധനൻ എന്നൊക്കെയായിരുന്നു അവരുടെ പേര്. പിന്നീട് അത് പാണ്ഡവരുടെ വ്യൂ പോയിന്റിൽ നിർത്തി ദുര്യോധനൻ എന്നും ദുശാസനൻ എന്നൊക്കെ ആക്കി മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ദുര്യോധനെ പറ്റിയുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കിട്ടിയതാണ്. അപ്പോൾ സാർ, സാറ് നല്ല റിസർച്ച് നടത്തുമെന്ന് പറഞ്ഞു ഈ പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പ്. അപ്പോൾ ഈ ഡാൻ ബ്രൗണിൻ്റെ പുസ്തകങ്ങൾ, ഡാവിഞ്ചി കോഡ്, ലാസ്റ്റ് സിംബൽ, ഒറിജിൻ, അപ്പോൾ ഞാൻ സാറിൻ്റെ പുസ്തകം വായിക്കുന്നതിന് മുമ്പ്, നമ്മൾ പോപ്പുലർ ഫിക്ഷൻ ആയതുകൊണ്ട് നമ്മളത് ധാരാളം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രാൻസിസ് എറ്റിക്കോര മാത്രമേ ഞാൻ സാറിൻ്റെ വായിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മാമ ആഫ്രിക്ക വായിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഫ്രാൻസിസ് എറ്റിക്കോരയിൽ ഇതിൻ്റെ ഒരു മെത്തേഡ് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സാറ് റിസർച്ച് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ഒരു മൂവിയുണ്ട് ഐസ് വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിലും ഏകദേശം ഇതുപോലെ കോര 18-ാം കൂട്ടുകാരെ പോലെ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സംഘം, അങ്ങനെ ധാരാളം രഹസ്യ സംഘങ്ങൾ. അപ്പോൾ സാറ് ആ ഒരു മെത്തേഡാണോ ഈ റിസർച്ച് നടത്തിയ സമയത്ത് ഇതിങ്ങനെ ഫോളോ ചെയ്തത്? എന്താണ് സാറിൻ്റെ റിസർച്ച് മോഡ്? ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ, അതോ ഇതെല്ലാം ബ്രോഡായിട്ട് വിശകലനം ചെയ്ത്? ഈ ഡാൻ ബ്രൗണിൻ്റെ ഇൻസ്പിറേഷനൊക്കെ ഉണ്ടോ സാറിൻ്റെ പുസ്തകത്തിൽ? എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് അത്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിലുള്ള ചോദ്യം? അല്ല, എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല ചോദ്യം എന്താ സാർ. ആ പുസ്തകം, ഡാൻ ബ്രൗണിൻ്റെ പുസ്തകത്തിൽ ഇതുപോലെ കോര ശാസനം, അതുപോലെ അദ്ദേഹവും കുറേ സിംബലിസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ നമുക്കിത് യഥാർത്ഥമാണോ എന്ന് തോന്നും. ഡാവിഞ്ചി കോഡ് യഥാർത്ഥത്തിലുള്ളതാണോ, ഐസക് ന്യൂട്ടൺ ഇതുപോലെ ഒരു ഇല്ലുമിനാറ്റി ഭാഗമാണോ? മനസ്സിലായി. ചോദ്യം എന്താണ്? അപ്പോൾ ഫ്രാൻസിസ് എറ്റിക്കോരയിലും സാർ അങ്ങനെ കുറേ കോര ശാസനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട് കൃത്രിമമായിട്ട് വിശ്വസിക്കാൻ വേണ്ടി. അപ്പോൾ അത് സാർ ഇത് ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയതാണോ? എങ്ങനെയാണ് സാറിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടോ ഈ കൃതി? അതിൻ്റെ ഇൻസ്പിറേഷൻ ഉംബർട്ടോ എക്കോ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫൂക്കോസ് പെൻഡുലം എന്ന് പറഞ്ഞ നോവലാണ് വാസ്തവത്തിൽ എന്നെ ആ ലൈനിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. നെയിം ഓഫ് ദ റോസ് ഒക്കെ ഉണ്ട് പിന്നീട് വരും. ഈ ഫൂക്കോസ് പെൻഡുലത്തിൽ ഇപ്പം നിങ്ങൾ ഡാവിഞ്ചി കോഡിൽ അതിൻ്റെ ഒരു കുറേയും കൂടെ തീവ്രമായിട്ടുള്ള, അത് കുറേയും കൂടെ മുമ്പ് വന്ന പുസ്തകമാണ്. ഈ ഡാവിഞ്ചി കോഡൊക്കെ വരുന്നതിന് മുമ്പ് വന്നൊരു പുസ്തകമാണ് അതിൽ വരുന്നത്. അതെന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഞാൻ ആൽഫയ്ക്ക് ശേഷം എഴുതുന്ന പുസ്തകമാണ് ഫ്രാൻസിസ് എറ്റിക്കോര. ഈ ആൽഫ എഴുതി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വായനക്കാരിൽ നിന്ന് നമുക്കുണ്ടാകുന്നൊരു റെസ്പോൺസും അതിൻ്റെ വായനയും എന്നെ എറ്റിക്കോര ചെയ്യുന്നതിൽ വലിയ സ്വാധീനിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഞാനിത് വലിയൊരു പൊളിറ്റിക്കൽ ടെക്സ്റ്റായിട്ട് ഒക്കെ ഭാവന ചെയ്തെങ്കിലും ആൽഫ ഒരു സയൻസ് ഫിക്ഷനായിട്ടാണ് വായിക്കപ്പെട്ടത്. അപ്പോൾ ഒരു പുതിയൊരു കാലത്ത് നോവൽ വായന എങ്ങനെയാണ്, പുതിയ റീഡേഴ്സ് എങ്ങനെയാണ് വായിക്കുന്നത്, മലയാളത്തിൽ അതുവരെ നിലനിന്നിരുന്ന നോവലുകളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് മുമ്പിൽ. എറ്റിക്കോരയുടെ ഒരു പ്ലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മറ്റ് പല ജ്ഞാനമേഖലകളെയും അതിലേക്ക് കൊണ്ടുവരാനും ചരിത്രത്തിൻ്റെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഗ്രേ ഏരിയാസിലേക്ക് പോകാനുള്ള,
നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും യാഥാർത്ഥ്യം കൂടി ചേർത്ത് പറയുന്നതിൻ്റെ അങ്ങനെ ഇത് ഒരു പുസ്തകം മാത്രമല്ല ഇൻസ്പിറേഷൻ. ആ ഒരു കാലത്ത് അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ വരുന്ന പലതരത്തിലുള്ള ഫിക്ഷൻ എഴുത്തുകളുടെ എല്ലാം സാധ്യതകൾ ഇട്ടിക്കൊരയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൽ തീർച്ചയായിട്ടും ബ്രൗണിൻ്റെ പുസ്തകവും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രൗണിൻ്റെ പുസ്തകത്തിനേക്കാൾ വലിയ തോതിൽ സ്വാധീനിച്ചത് എക്കോൻ്റെ ഈ പറയുന്ന ഫൂക്കോസ് പെൻഡുലം എന്ന് പറയുന്ന പുസ്തകമാണ്. ചരിത്രത്തിലെ നമ്മൾ ഒരു അതിൽ പൂരിപ്പിക്കപ്പെടാതെ കിടക്കുന്ന ഇടങ്ങളിലേക്ക് ഭാവന കൊണ്ടും യുക്തി കൊണ്ടും സഞ്ചരിച്ച് പുതിയ കഥകളിലൂടെ ഒരു ഡിസ്കോഴ്സിനുള്ള സ്ഥലം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ വാസ്കോ ഡ ഗാമ ആഫ്രിക്ക കംപ്ലീറ്റ് ചുറ്റിയിട്ട് ഇപ്പോഴത്തെ കെനിയയിലുള്ള മെലിന്ദ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടി കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു വസ്തുതയെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്ത രീതി എന്താണെന്ന് വെച്ചാൽ, ഇതൊരു എക്സിസ്റ്റിംഗ് റൂട്ടാണ്. അതാണല്ലോ വഴി കാണിച്ചു കൊടുക്കുന്നത്. ഈ ഗുജറാത്തി കച്ചവടക്കാരൻ കാപ്പാട് വരെയുള്ള വഴി ഗാമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വഴി നിലനിന്നിരുന്നു. ആ വഴി ഒരാൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു വഴി നിലനിന്നിരുന്നെങ്കിൽ ഇവരല്ലാതെ മറ്റുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ വഴി ഉപയോഗിച്ചിട്ടുണ്ടാവാം. മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഒരു രീതി അധികമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകാനും എന്ത് ചെയ്യാനും കരുത്തുള്ള മലയാളികൾ തീർച്ചയായിട്ടും ആ കാലത്തും അതുപോലെയൊക്കെ തന്നെ പോയിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇതിന് പുറകിലില്ല. ഒരു യാഥാർത്ഥ്യത്തെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അതിൽ നിന്ന് കഥ പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഗാമ വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് ഫ്രാൻസിസ് ചെറ്റിക്കോര എന്ന് പറയുന്ന ഒരാൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അങ്ങോട്ട് പോയി കച്ചവടം ചെയ്താൽ എന്തായിരിക്കും ചിന്തി. ആ ചിന്തയ്ക്ക് നമുക്ക് ഡാൻ ബ്രൗണിനോടോ അല്ലെങ്കിൽ ഉംബർട്ടോ എക്കോവിനോടോ ഒന്നും ഒരു കടപ്പാടുമില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ കഥകൾ ഈ രീതിയിൽ വരുന്നതല്ല. ഇത് നമ്മുടേതായ ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ ഭാവന ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റൊരു തലമാണ്. പക്ഷെ ചരിത്രത്തെ പലതരത്തിൽ പ്രോബ്ലമാറ്റൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കഥകളിലേക്ക് പോകുന്ന ഒരു വഴി എന്ന നിലയ്ക്ക് ഇത്തരം പുസ്തകങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി സാർ. ബ്രഹ്മയുഗം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ ഹരീഷ് സാറ് വന്നു. ഹരീഷ് സാറ് നൻപകൽ നേരത്ത് മയക്കം ചെയ്തു, തെക്കും വടക്കും എന്ന് പറഞ്ഞ പുതിയ സിനിമ ചെയ്തു. PF മാത്യു സാർ വന്നു പോയി. സാറ് കുട്ടി സ്രാങ്ക് ചെയ്തു, ഈശോ മറിയം യോസഫ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ ബ്രഹ്മയുഗം വളരെ ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഇപ്പോൾ ലണ്ടൻ സ്കൂൾ ഓഫ് ആർട്ടിൽ അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ സാറിന് ഈ സിനിമ തിരക്കഥയിലോട്ടൊക്കെ പോകാൻ ഈ സാധ്യതയുണ്ട്. ഇപ്പോൾ സാർ ഈ അടുത്ത് പറഞ്ഞു മമ്മൂട്ടിയായിട്ട് ഫ്രാൻസിസ് ചെറ്റിക്കോര ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് സാറ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി സിനിമ തിരക്കഥ മേഖലയിലോട്ട് സാറ് പോകുന്നുണ്ടോ? സാറിൻ്റെ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാമോ തിരക്കഥയിൽ? അല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ എഴുത്തും ഡിസ്കഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ മറ്റ് സാഹിത്യം പോലെയല്ല. സാഹിത്യത്തിൻ്റെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ അത് 100% ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. അത് മറ്റ് ഘടകങ്ങൾ അധികമില്ല. സിനിമയ്ക്കാകുമ്പോൾ ഒരുപാട് പേര് കൂടി ചെയ്യുന്നതാണ്. അത് നടന്ന് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിൻ്റെ ഒരു രീതിയിലേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോൾ എങ്ങനെ വരുന്നൊന്നും പറയാൻ വയ്യ. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്കഷനും എഴുത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. സമയപരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്ന, നമ്മളുടെ ചോദ്യങ്ങൾ കേൾക്കുകയും വളരെ കാര്യമായി മറുപടി പറയുകയും ചെയ്ത ശ്രീ TD രാമകൃഷ്ണൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു.